എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അസാറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു, നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു, നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു, നിൻ്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യത്തെ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യസ്ഥം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ജീവിത ഭാരങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങളുണ്ടായിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ, ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ ഇനി എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുകയും വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ, നിൻ്റെ സ്ഥലമാറ്റങ്ങൾ, കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ, അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ, എൻ്റെ കർത്താവേ അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കാനുള്ള നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ് അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥാപനങ്ങൾ, അസ്വസ്ഥങ്ങൾ, എല്ലാ വിഷയങ്ങളുടെ പേരും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്ന അളിച്ച കർത്താവിൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ, നിന്നെ കേൾക്കുവാൻ, നിൻ്റെ പരായം പരിഹരിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൂതൻ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.